നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കെ അണിയറയിൽ അമേരിക്ക നടത്തുന്നത് വമ്പൻ നീക്കങ്ങളാണ്. ഇപ്പോൾ വെടിനിർത്തലിന്റെ മറവിൽ ഇറാനെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കാൻ തക്ക സൈനിക സന്നാഹമാണ് ഇപ്പോൾ അമേരിക്ക പശ്ചിമേഷ്യയിൽ ഒരുക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ യുദ്ധക്കപ്പലുകളിൽ ഒന്നായ USS ജോർജ് W. ബുഷ് കൂടി മേഖലയിൽ എത്തിയതോടെ ഇറാൻ അക്ഷരാർത്ഥത്തിൽ US പടക്കപ്പലുകളുടെ നിരീക്ഷണ വലയത്തിലായി. അതായത് വരും ദിവസങ്ങളിൽ ഒരു കടൽ യുദ്ധം അത് ഏത് നിമിഷം വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ ദുർബലമായി തുടരുന്ന പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് തങ്ങളുടെ 3ാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി എത്തിയതായി US സൈന്യം തന്നെയാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ പശ്ചിമേഷ്യൻ കടൽ തീരങ്ങളിൽ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് 1 അല്ല 2 അല്ല 3 കൂറ്റൻ വിമാനവാഹിനി കപ്പലുകളെയാണ്. ഇതോടെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കൂറ്റൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 3ആയി മാറിയിരിക്കുകയാണ്. ഏപ്രിൽ 23-ന് വിമാനവാഹിനി കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US സെൻട്രൽ കമാൻഡിന്റെ പരിധിയിൽ എത്തിയതായും സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. USS ജെറാൾഡ് R. ഫോർഡ് ചെങ്കടലിലും USS എബ്രഹാം ലിങ്കൺ മേഖലയിലെ മറ്റു ഭാഗങ്ങളിലുമായി നിലവിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. നിലവിൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇത്തരമൊരു സുപ്രധാന നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതോടെ മേഖലയിലെ US സൈനിക സാന്നിധ്യം മുൻപത്തേക്കാൾ ശക്തമായിരിക്കുകയാണ്. US സെൻട്രൽ കമാൻഡ് തങ്ങളുടെ ഔദ്യോഗിക X അക്കൗണ്ടിലൂടെയാണ് ഈ വിവരം പങ്കുവച്ചത്. USS ജോർജ് W. ബുഷ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന ചിത്രവും പുറത്തുവിട്ടിട്ടുണ്ട്. സെൻട്രൽ കമാൻഡിന്റെ ഉത്തരവാദിത്ത പരിധിയിൽ വരുന്ന പ്രദേശത്താണ് നിലവിൽ ഈ കപ്പൽ നിലയുറപ്പിച്ചിട്ടുള്ളതെന്നാണ് US സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. US നേവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം മറ്റ് 2 വിമാനവാഹിനി കപ്പലുകളായ USS ജെറാൾഡ് R. ഫോർഡും USS എബ്രഹാം ലിങ്കണും നേരത്തെ തന്നെ മേഖലയിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു യുദ്ധത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഈ ഒരു നീക്കം കൂടി നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്താണ് ഒരേ സമയം 3 വിമാനവാഹിനി കപ്പലുകളെ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. ഫെബ്രുവരി അവസാനം ഇറാനെതിരെ ആരംഭിച്ച US-ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾക്ക് 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് 3ാമത്തെ വിമാനവാഹിനി കപ്പലിന്റെ ഈ വിന്യാസം എന്നതും ശ്രദ്ധേയമാണ്. ഈ യുദ്ധക്കപ്പലുകൾക്കൊപ്പം പിന്തുണയ്ക്കായി മറ്റ് നിരവധി സായുധ കപ്പലുകളും മേഖലയിലുണ്ടാവും. ഇതിലൂടെ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കാൻ തന്നെയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. അതവിടെ ഇറാൻ നാവികസേനയുടെ ബോട്ടുകൾക്ക് നേരെ നിറയൊഴിക്കാനും കൊല്ലാനും താൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും ഇപ്പോൾ ഏറെ ആശങ്കയിലാണ്. ഹോർമുസ് കടലിടുക്കിലെ വെള്ളത്തിൽ മൈനുകൾ സ്ഥാപിക്കുന്ന എല്ലാ ബോട്ടുകളെയും നശിപ്പിക്കണമെന്നും തങ്ങളുടെ മൈൻ സ്വീപ്പേഴ്സ് അവ മുഴുവൻ വൃത്തിയാക്കുകയാണെന്നും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ വെള്ളത്തിൽ മൈനുകൾ സ്ഥാപിക്കുന്ന എല്ലാ ബോട്ടുകളെയും വെടിവെച്ച് കൊല്ലാൻ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേനയോട് ഉത്തരവിട്ടിട്ടുണ്ട്. അവ ചെറിയ ബോട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ നാവിക കപ്പലുകളെല്ലാം അവയിൽ 159 എണ്ണം കടലിൻ്റെ അടിത്തട്ടിലാണ്. ഒരു മടിയും വേണ്ട. അതൊക്കെ നമ്മുടെ മൈൻ സ്വീപ്പേഴ്സ് ഇപ്പോൾ കടലിടുക്ക് വൃത്തിയാക്കുകയാണ്. ആ പ്രവർത്തനം 3 ഇരട്ടിയായി തുടരാൻ ഞാൻ ഇതിൽ ഉത്തരവിടുന്നു എന്നാണ് ആ കുറിപ്പിൽ ട്രംപ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതിനിടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയ ടോൾ ഇനത്തിൽ ആദ്യമായി വരുമാനം ലഭിച്ചുവെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ നിന്നുള്ള ടോൾ വരുമാനത്തിന്റെ ആദ്യ ഗഡു സെൻട്രൽ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചുവെന്നും ഇറാൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഹമീദ് റസ ഹാജിബാബൈ പറഞ്ഞു. ഇറാനിയൻ വാർത്താ ഏജൻസിയോടാണ് പ്രതികരണം. മറ്റ് ഇറാനിയൻ മാധ്യമങ്ങളും ഇതേ പ്രസ്താവന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ല. ഫെബ്രുവരി 28-ന് പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചത് മുതൽ പ്രധാന കപ്പൽ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്ക് ഒരു പ്രധാന സംഘർഷ ഭൂമിയായി മാറിയിട്ടുണ്ട്.
ലോകത്തിലെ എണ്ണ വാതക പ്രവാഹത്തിന്റെ 1/5 മറ്റ് ചരക്കുകളും കടന്നുപോയിരുന്ന ഈ കടലിടുക്കിലൂടെ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന കപ്പലുകളെ കടത്തിവിടുന്നുള്ളൂ. യുദ്ധത്തിന് ശേഷം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ ടോൾ ഏർപ്പെടുത്താൻ ഇറാനിയൻ പാർലമെന്റ് ബിൽ പാസാക്കിയിരുന്നു. ഇനി യുദ്ധത്തിന് മുമ്പത്തെ നിലയിലേക്ക് ഹോർമുസ് കടലിടുക്ക് മടങ്ങി വരില്ലെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാർച്ച് 30-നാണ് പാർലമെന്റിന്റെ സുരക്ഷാ കമ്മിറ്റി ടോൾ ഏർപ്പെടുത്താനുള്ള പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. എന്നാൽ ഈ നിർദ്ദേശത്തിൽ അവസാന പാർലമെന്റ് സമ്മേളനത്തിൽ വോട്ടെടുപ്പ് നടന്നോ എന്നതും വ്യക്തമല്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ നിയന്ത്രണങ്ങൾ മറികടന്ന കപ്പലുകൾ പിടിച്ചെടുക്കൽ ഇറാൻ ആരംഭിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങി 30-ലധികം രാജ്യങ്ങൾ ഹോർമുസിലൂടെയുള്ള ഗതാഗതം സംരക്ഷിക്കാൻ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് തിരിച്ചടിയായി US ഇറാന് മേൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ടും US നടത്തിവരുന്ന ഉപരോധം ഇറാന്റെ എണ്ണ ഉൽപാദനത്തെയും ബാധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ള രാജ്യങ്ങളെ കൂടി ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇരു രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കടലിൽ തങ്ങളുടെ ശക്തി തെളിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ 3ാം പടക്കപ്പലും എത്തിയിരിക്കുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത, ഇറാനിലെ മുൻ ഭരണാധികാരിയുടെ മകനും നാടുകടത്തപ്പെട്ട കിരീടാവകാശിയുമായ റസ പഹലവിക്ക് നേരെ ബെർലിനിൽ പെയിന്റർ. അമേരിക്ക ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിൽ വാർത്താ സമ്മേളനം നടത്തി മടങ്ങുന്നതിനിടെയാണ് റസ പഹലവിക്ക് നേരെ ഇപ്പോൾ ചുവന്ന പെയിന്റ് ഒടിച്ചത്. ഇറാനിയൻ ആക്ടിവിസ്റ്റ് ആണെന്ന് സംശയിക്കുന്ന ആളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പിടികൂടി പോലീസിന് കൈമാറി. വാർത്താ സമ്മേളനം കഴിഞ്ഞ് കെട്ടിടത്തിന് പുറത്തേക്ക് വരികയായിരുന്ന റസ പഹലവിയെ ഒരു സ്ത്രീ സമീപിച്ച് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ദയവായി പ്രവർത്തനം തുടരുക എന്ന സ്നേഹപ്രകടനം നടത്തുന്നതിനിടെയാണ് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. തൊട്ടു പിന്നാലെ എത്തിയ ഒരാൾ കയ്യിലിരുന്ന ചുവന്ന പെയിന്റ് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു. പെയിന്റിൽ കുളിച്ച പഹലവിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ വാഹനത്തിലേക്ക് മാറ്റി. 1979-ലെ വിപ്ലവത്തെ തുടർന്ന് നാടുകടത്തപ്പെട്ട ഇറാനിലെ അവസാനത്തെ ഷാ ആയിരുന്നു മുഹമ്മദ് റസ പഹലവിയുടെ മകനാണ് റസ പഹലവി. ഏതാണ്ട് 50 വർഷത്തോളമായി പ്രവാസത്തിലാണ്. ഇറാനിൽ നിലവിലുള്ള ഭരണകൂടം വീണാൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമത്തിലായിരുന്നു. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെയും വാർത്താ സമ്മേളനത്തിൽ പഹലവി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇറാന്റെ സ്വഭാവം പെട്ടെന്ന് മാറുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണെന്നും നയതന്ത്രത്തിന് നൽകിയ അവസരങ്ങൾ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരിയിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാന്റെ രാഷ്ട്രീയ പരിവർത്തനത്തിന് നേതൃത്വം നൽകാൻ ജനങ്ങൾ തന്നെ ആവശ്യപ്പെട്ടതായി പഹലവി അവകാശപ്പെട്ടിരുന്നു. ഡിസംബറിൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാർക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അച്ഛന്റെ ഭരണം അട്ടിമറിക്കപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ 50 വർഷത്തിലേറെയായി പഹലവി നാടുകടത്തപ്പെട്ട അവസ്ഥയിൽ വിദേശത്താണ് കഴിയുന്നത്. ഇറാന്റെ ഭാവി ഭരണകൂടത്തിന് അറബ് രാഷ്ട്രങ്ങളുടെ അംഗീകാരം പഹലവി തേടുന്നതിനിടെയാണ് ബെർലിനിലുണ്ടായ ഈ അപ്രതീക്ഷിത ആക്രമണം.